ആലുവ. നമ്മുടെ ഭവൻചേട്ടനെ കാണാൻ പോണ്. അപ്പൊ എന്താ അവന്റെ കുറെ നാളത്തെ നിർബന്ധ പ്രകാരം നമ്മൾ അവന്റെ കോളേജിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ ദിവ്യ എന്ന ഞാനും കുട്ടൻ എന്ന അപ്പുണ്ണിയും അജുവായ പവന്റെ കോളേജിലോട്ട് എത്തിയിട്ടുണ്ട്. സംഭവം ഒരു ഭയങ്കര വിൻറ്റേജ് വൈബൊക്കെയാണ് കിട്ടിയത്. പിന്നെ ഇവരുടെ കേസ് ജയിച്ചതുകൊണ്ട് ഇവർക്ക് പ്രത്യേകം ഓഫീസൊക്കെ ഉണ്ട്. ഇതുങ്ങളൊന്നും ക്ലാസ്സിലൊന്നും കയറില്ലേ, നേരെ ഇവിടെ പറ്റുകടപ്പം തന്നെ മീറ്റിംഗ്. അങ്ങനെ കോളേജ് കാണിച്ചു തരാമെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ഒരു നടത്തം നടത്തിച്ചു. മടിയുടെ അസുഖമുള്ള എന്നെ തന്നെ ഇവർ കൊണ്ടുപോയി. എൻ്റെ പൊന്നു എന്തോരം നടക്കാനുള്ള കണ്ടിട്ട് തീരുന്നില്ല, ആകെ മൊത്തം കൺഫ്യൂസ്. അതിൻ്റെ വിഷമം തീർക്കാനേ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഹോട്ടലിൻ്റെ നെയിം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവിടെ ചെന്ന് നല്ല അടിപൊളി ബിരിയാണി കഴിച്ചിട്ടു ഗൈസ്. നല്ല ദം ബിരിയാണി, നല്ല പപ്പടവും ചമ്മന്തിയും പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ അച്ചാറും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും നല്ല ക്ഷീണമായി. അപ്പോൾ പിന്നെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ നേരെ സുഭാഷ് ചന്ദ്രബോസ് പാർക്കിലോട്ട് ചെന്നു. ആലുവയിൽ നിന്ന് നേരെ എറണാകുളത്തോട്ട് വിട്ടു. അവിടുത്തെ കാറ്റും സൺസെറ്റും ഒക്കെ കണ്ട് കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് യാത്രയായി. അങ്ങനെ ഫ്രണ്ട്സിനെ എല്ലാവരും ഡ്രോപ്പ് ചെയ്ത് ഒരു പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്ത് ഞാനും എൻ്റെ കുട്ടനും ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് എത്തി. അപ്പത്തോളം ഗൈസ് ബൈ ദ വേ പോകുന്നു. ടാറ്റാ.